പുതിയൊരു പ്രഭാതം ഞങ്ങളെ നൽകി അനുഗ്രഹിച്ച കാരുണ്യവാനായ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നാവുള്ള വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാളിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ ബെനവൻചൂർ പറഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ട നാവുള്ള വിശുദ്ധ അന്തോനിയെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും നവീകരിക്കണമേ എന്ന്. ഈ നാവ് അഴുകാതെ ഇന്നും ഇരിക്കുന്നു. വിശുദ്ധ അന്തോനിയുടെ നാവ് എപ്പോഴും ദൈവസ്തുതികൾ പാടിയതുകൊണ്ടാണ്, ദൈവവചനം പ്രഘോഷിച്ചതുകൊണ്ടാണ് ഇത്രത്തോളം ദൈവകൃപയുടെ നിറവായി മാറുവാൻ കഴിഞ്ഞത്. ഓ വിശുദ്ധ അന്തോനീസേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുകൊള്ളണമേ. അങ്ങയുടെ പക്കൽ ഓടിയണയുന്നവർക്ക് അങ്ങ് മാധ്യസ്ഥം നൽകിക്കൊണ്ട് ദൈവത്തിന് കൃപ വാങ്ങിച്ച് നൽകുന്നുവല്ലോ. കാണാത്ത വസ്തുക്കളെ കാട്ടിക്കൊടുക്കുന്നതിനും അസ്വസ്ഥ ഹൃദയങ്ങൾക്ക് സ്വാന്തനം പകരുന്നതിനും പ്രത്യേക മധ്യസ്ഥനായി മാറിയ വിശുദ്ധ അന്തോനീസേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുകൊള്ളണമേ. ഈ പ്രഭാതത്തിൽ നിൻ്റെ തിരുമുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ എത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്നും ദൈവകൃപകൾ നിറഞ്ഞുവെന്നും ഞാൻ അറിയുന്നു. ഇതാ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ കൃപകളാൽ നിറഞ്ഞ് മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ അനുഗ്രഹത്താൽ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഇന്ന് ഈ ദിനത്തെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു. വിശുദ്ധ അന്തോനീസിൻ്റെ നാമധാരികളായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധ അന്തോനീസിനെ പോലെ എപ്പോഴും സ്തുതികൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം കൃപ നൽകണമേ. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഓടിയണയുമ്പോൾ ഞങ്ങൾക്ക് സഹായം നൽകണമേ. കാണാതെ പോയ വസ്തുക്കളെ കാട്ടിത്തരണമേ. ഞങ്ങളുടെ ദൈവത്തിൽ നകന്നുപോയ മക്കളെ നീ തിരികെ നൽകി അനുഗ്രഹിക്കണമേ. ദൈവകൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും അങ്ങേപ്പോലെ ദൈവസ്തുതികൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. നിൻ്റെ കൃപകളാണ്, നിൻ്റെ ശക്തിയാണ് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുന്നത്. ഇതാ കർത്താവെ, വിശുദ്ധ അന്തോനീസിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട ഈ പ്രഭാതത്തെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ വിശുദ്ധൻ വഴിയായി കൃപകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ.